താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽപ്പെട്ട ജീപ്പിൽ നിന്നും MDMA കണ്ടെടുത്ത സംഭവത്തിൽ കേസെടുത്ത് താമരശ്ശേരി പോലീസ്. ജീപ്പിലുണ്ടായിരുന്ന കൈതപ്പൊയിൽ സ്വദേശി ഇർഷാദ്, അടിവാരം സ്വദേശി ഫാരിസ് എന്നിവർക്കെതിരെയാണ് NDPS ആക്ട് പ്രകാരം കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ചുരത്തിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബുവുണ്ട്. ബെൻസൺ, ഇപ്പോൾ എന്താണ് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ? ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് താമരശ്ശേരി ചുരത്തിൽ രണ്ടാം വളവിൽ വെച്ച് ഒരു താർ ജീപ്പ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ഈ കൊക്കയിലേക്ക് മറിയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചുരത്തിന് തൊട്ട് താഴേക്ക് മറിയുന്നത്. അവിടെ എത്തിയ നാട്ടുകാരും മറ്റാളുകളും ചേർന്ന് ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് ഇവരെ പരിശോധിച്ചപ്പോഴാണ് ഇവരുടെ പോക്കറ്റിൽ നിന്നും മാരക ലഹരിമരുന്നായ MDMA കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് ഈ വാഹനത്തിലടക്കം പരിശോധന നടത്തും. വാഹനത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്താനായിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവരുടെ വീട്, ഈ അപകടം നടന്നതിന് 3 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമായിരുന്നു ഇവരുടെ വീടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ ഈ കഴിഞ്ഞ രാത്രി തൊട്ട് സമീപത്ത് തന്നെയുള്ള അവിടെ നിന്നും ചുരത്തിന് മുകളിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഇവർ താമസിച്ച ഈ ഒരു റിസോർട്ടിലും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇവർ രണ്ടുപേർക്കുമെതിരെ NDPS ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഈ അപകടത്തിൽ പരിക്കേറ്റ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കോഴിക്കോട് നിന്നും ബെൻസനാണ് വിവരങ്ങൾ നൽകിയത്.